പാർവതി, നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഈ മാല ഇട്ട് തരാം. ആ മനോര, ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. അങ്ങനെ തന്നെയാ വേണ്ടത്. നീ അങ്ങോട്ട് ചെല്ല് പാർവതി. മനോഹരൻ പണ്ട് എങ്ങനെയാണോ നിന്റെ കഴുത്തിൽ ഈ മാല ഇട്ടു തന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ഇട്ടു തരും. മാല ഇട്ട് തരാം. അതിനു മുമ്പ് എന്തുകൊണ്ട് ഈ മാല ഒരു ചന്ദ്രയ്ക്ക് കൊടുത്തു എന്ന് നീ പറയണം. അന്ന് വക്കീൽ ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു. വേറൊരു വഴിയില്ലാത്തോണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ശരത്തിനെ പോലുള്ള ക്രിമിനലിനെ പുറത്തിറക്കാൻ കെട്ടുതാലി പണയം വെച്ച് വക്കീലിന് കാശ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയത്. അച്ഛാ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് വിചാരണയൊന്നും വേണ്ട. പാവമ്മ അച്ഛനെ മാല അങ്ങ് ഇട്ടുകൊടുത്തേക്ക്. മോളെ, ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ്. അതിലെ മോളടക്കം ഈ വീട്ടിൽ ആരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല. അതെന്തോന്ന് പണിയാ മനോഹര? പോയ മാല തിരിച്ചു കിട്ടിയല്ലോ, ഇനി അത് അവക്കം കൊടുത്തൂടെ? ഒരിക്കൽ ഞാൻ ഇട്ടുകൊടുത്തതല്ലേ അമ്മേ? ആ എൻ്റെ സമ്മതം വാങ്ങാതെയല്ലേ എടുത്ത് ആർക്കോ കൊടുത്തത്. ഇനിയിപ്പോ ഈ മാല കൊടുത്തില്ലേലും കുഴപ്പമില്ല. ആ പാർവതി, വേണമെങ്കിലേ നിന്റെ നെറ്റിയിലെ സിന്ദൂരം അങ്ങോട്ട് മായിച്ചു. ഇനി സിന്ദൂരത്തിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ. അച്ഛാ വേണ്ട, മതി. ഇനിയും പാവമ്മയെ വിഷമിപ്പിക്കല്ലേ. മോള് ഇതിനകത്ത് ഇടപെടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാശില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ താലിമാല എടുത്ത് പണയം വെച്ചു. അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ദിവസം ഉത്തരയായല്ലോ. എന്തുകൊണ്ടാ നീ ഈ വിവരം എന്നോട് പറയാഞ്ഞേ? ഓർത്തില്ല. ഓ, ഓർത്തില്ല. അപ്പൊ അത്രയ്ക്കും വിലയെ എനിക്ക് ഈ മാലയ്ക്ക് നീ കൽപ്പിച്ചിട്ടുള്ളൂ. പറ്റിപ്പോയി. തിരിച്ചു കിട്ടിയല്ലോ, ഇനി തന്നൂടെ? സൗകര്യമില്ല തരാൻ. വേണ്ടെങ്കി വേണ്ട, ഞാൻ ആ മാല കളഞ്ഞു പോയിന്ന് കരുതിക്കോളാം. ആ, അപ്പൊ അത്രയ്ക്ക് പ്രാധാന്യം മാത്രമേ നീ ഈ മാലയ്ക്ക് കൊടുക്കുന്നുള്ളൂ, ഇല്ലേ പാർവതി? അതെ. അയ്യോ, ഞാനിട്ട് തന്ന മാല വേറെത്തിനു വേണ്ടി തൊലച്ചതും പോരാ, അതിനെ ന്യായീകരിക്കുന്നോ? വെറുതെ അല്ലടി ഈ വീട്ടിൽ ഓരോ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെയല്ല നിന്റെ കൈയിരിപ്പ്. അച്ഛാ, എനിക്ക് വേണ്ടി അമ്മ താലിമാല ഊരിയത്. ഇവര് കേസ് കൊടുത്തോണ്ടാ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അന്ന് എന്നെ പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിലും ഞാനും നിത്യം തമ്മിലുള്ള കല്യാണം നടക്കുമായിരുന്നു. എങ്കിലും നിത്യ ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. എല്ലാത്തിനും കാരണം ഇവരും ആ വക്കീലും. വേണ്ട ശരത്തെ, അതൊന്നും ഇങ്ങനോട് പറയണ്ട. ഇങ്ങർക്കിപ്പോ സത്യമൊന്നും അറിയണ്ടല്ലോ. നിന്നെ പുറത്തിറക്കാൻ അന്ന് ഞാൻ ഓടി ഓട്ടം എനിക്കല്ലേ അറിയൂ. എന്തിനാടി ഇവനെ പുറത്തിറക്കാൻ നീ പോയത്? ഇവനകത്ത് കിടന്ന നിനക്കെന്നാ? അങ്ങനെയൊന്നും പറയരുത് മനോഹര. ഈ വീട്ടിലെ കുട്ടിയെ കല്യാണം കഴിക്കാൻ വന്നതല്ലേ ഇവൻ? ആ പന്തലീന്നാ ഇവള് കൊണ്ടുവന്ന പോലീസുകാര് ശരത്തുമോനെ കൊണ്ടുപോയത്. നമുക്ക് ബാധ്യതയുണ്ട് ഇവനെ പുറത്തിറക്കാൻ. അത് പാർവതി ചെയ്തു, അതിലൊരു തെറ്റുമില്ല.
ന്യായീകരിക്കണ്ട അമ്മേ. ഇങ്ങനെ എന്ത് വേണേലും ചെയ്തോട്ടെ. പക്ഷേ ഞാൻ ചിലത് തീരുമാനിച്ചു കഴിഞ്ഞു.